ஓ தம்புரானுக்கு வணக்கம் சொல்லுங்க. வணக்கம் தம்புரா. என்னையா தம்புரானுக்கு வணக்கம் சொல்லப்பா, எத்தனை வாட்டி வணக்கம் சொல்லுங்க. ഒന്ന് എന്നെ പിടിച്ച് എഴുന്നേപ്പിക്കടാ. அம்மாடி. ദേ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയുടെ ഈ വടിയും കുന്തവും കൊണ്ട് നടക്കരുതെന്ന്. അല്ലേലും നീ വേണ്ടാത്തൊക്കെ ചെയ്യുള്ളൂ. അമ്മാമ്മയുടെ ഈ മുണ്ടും ചുബിട്ടോണ്ട് നടക്കുന്നതേ അങ്ങേരെങ്ങാനും അറിഞ്ഞാൽ. അമേരിക്കയിലിരിക്കുന്ന അമ്മാമ എങ്ങനെ അറിയാനാ? എന്തിന്? കല്യാണി അറിഞ്ഞാലും പോരെ പുകിലിന്. ആരും അറിയില്ല. അമ്മയായിട്ട് ആരെ അറിയിക്കാതിരുന്നാ മതി. ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അമ്മയായിട്ട് അതില്ലാതാക്കല്ലേ. അമ്മേ, ദേ അവര് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി. ആരാ? ആ ദല്ലാളി കൃഷ്ണൻകുട്ടി നായര്. മാങ്ങാട്ട് കാരണവരും ഉണ്ട്. പാലിയത്ത് ആലോചിക്കാൻ വന്നവരെ തടുത്തു പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. നീ ഇതങ്ങ് ഉറപ്പിക്കണം. ചേട്ടാ അനിയന്മാരെ രണ്ടുപേരുണ്ട്. നമുക്കിത് ഒരുമിച്ച് അങ്ങ് നടത്താം. ഈ കാണുന്നതൊക്കെ നമ്മുടെതാണെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം കേട്ടാ. വാ. നമസ്കാരം. ഭാസ്കരൻ നമ്പ്യാരെന്ന് കേട്ടപ്പോ ഇത്ര ചെറുപ്പമാവുന്ന് ഊഹിച്ചില്ല. ഇരിക്കൂ. കുട്ടികളെയൊക്കെ കണ്ടു, ബോധ്യായി. நம்ம பண்ண பார்த்தா எல்லாருக்கும் பிடிக்கும். ஏன்னா பெரிய അല്ല, ഇനിയിപ്പോ നിശ്ചയം നടത്തിക്കളയാം. അതെ. എന്താ? എങ്കിലും കാര്യങ്ങളൊക്കെ നമ്പ്യാരൂട്ടിയായിട്ടൊന്ന് നേരിട്ട് പറയണമല്ലോ. എന്തു കൊടുക്കാം, എന്തുണ്ട്? കൊടുക്കാൻ എന്താ? ഈ ഉള്ളതെല്ലാം ഞങ്ങളുടെയാണ്. മാമ്പുറത്തുകാരാണ് ഈ നാട്ടിലെ തമ്പുരാക്കന്മാർ എന്നറിയാലോ. ഇവിടുത്തെ കുറുമ്പന്മാരും കാടും വരെ ഞങ്ങളുടെ അധികാരത്തിലാണ്. കേട്ടിട്ടുണ്ട്. കബഡി വാരി വെച്ച് പണിക്കന്മാര് മുഴുവനും പറയും മാമ്പുറത്തെ മച്ചിൽ ഭഗവതിരിക്കുന്നിടത്തോളം കാലം ഐശ്വര്യത്തിനു മറ്റൊന്നും വേണ്ടെന്ന്. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. സാമൂതിരി കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാല് ഇവിടുത്തെ തമ്പുരാൻ, അതായത് ഇപ്പൊ ഞാൻ, ചെന്നാലേ ദഹിപ്പിക്കൂ. ഇപ്പോഴത്തെ തമ്പുരാൻ അമേരിക്കയിലാണെന്ന്. എന്റെ അമ്മാമ രാമചന്ദ്ര മേനോൻ, അദ്ദേഹം ഇങ്ങോട്ട് വരില്ല. അതെന്താ? അത് ഏട്ടനും ഏട്ടത്തിയും മോളും ഒരു മെയ്യായിട്ട് കഴിഞ്ഞതാണ്. അമേരിക്കയിലെ തടിക്കച്ചവടമൊക്കെ മതിയാക്കി ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടതാ. അവിടെ വെച്ച് ഏട്ടത്തി മരിച്ചു. അവിടെ തന്നെ അടക്കവും നടത്തേണ്ടി വന്നു. ഏട്ടൻ മരിക്കുമ്പോ ഏട്ടത്തിയുടെ അടുത്ത് തന്നെ അടക്കണമെന്ന് മോഹം കൊണ്ടാ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തീരുമാനിച്ചത്. ഓഹോ, അപ്പൊ പിന്നെ കൂടുതൽ